എൻ്റെ പേര് ശ്രീരഞ്ജൻ എന്നാണ്. ഞാനൊരു ജൈവ കൃഷിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. മീനങ്ങാടി പഞ്ചായത്തിൽ 19-ാം വാർഡിൽ താമസിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പത്തില കഷായം എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗമാണ്. ഇത് ചെടികൾക്ക് പ്രയോഗിക്കാനും കായ്ച്ച പിന്നെ കുമിൾനാശിനി പോലെ ഉപയോഗിക്കാം. മിലിബഗ് പിന്നെ നിമാവര ഇതിനൊക്കെ കൂടിയാണ് ഞാനിത് ഉപയോഗിച്ച് വരുന്നത്. എനിക്ക് ഫലവത്തായി വന്നിട്ടുമുണ്ട്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. ഞാനിത് ഒരു 4-5 വർഷമായിട്ട് ഇത് ചെയ്യുന്നുമുണ്ട്. പത്തില കഷായത്തിന് വേണ്ട സാധനങ്ങൾ ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, വെളുത്തുള്ളി ഏതാണ്ട് ഒരു 300 ഗ്രാമോളം നമുക്കെടുക്കാം. പിന്നെ കാന്താരി മുളക് ഇവിടെ കുറച്ച് കുറവാണ് എങ്കിൽ പോലും ഒരു 300 ഗ്രാം അതും എടുക്കാം. ശർക്കര ഒരു 1/2 കിലോ എടുക്കാം. മഞ്ഞൾ ഒരു 100 ഗ്രാം മതി. പച്ചമഞ്ഞളാണ് ഏറ്റവും നല്ലത് ഇതിന് ഉപയോഗിക്കാൻ. പിന്നെ കടലമാവ് ഒരു 300 ഗ്രാം. പിന്നെ ചാണകം 2 കിലോ അതാണ്. പിന്നെ വരുന്നത് നമ്മളെ പച്ചവെള്ളം ഒരു 3 ലിറ്റർ, ഗോമൂത്രം 2 ലിറ്റർ. ഇതാണ് അതിൻ്റെ മെയിൻ ഘടകങ്ങൾ. പിന്നെ വരുന്നത് നമുക്കിതിൽ വേണ്ടത് എന്താ വെച്ചാൽ മറ്റുള്ള ഈച്ചകൾ തിന്നാത്ത ഇലകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കപ്പേൻ്റെ ഇല, പിന്നെ പാണലിൻ്റെ ഇല, പിന്നെ പാടക്കിഴങ്ങിൻ്റെ ഇല, പേരക്കേൻ്റെ ഇല, പിന്നെ കാപ്പീൻ്റെ ഇല, കാപ്പിയല്ല ഇത് നമ്പ്യാർ വട്ടത്തിൻ്റെ ഇല, ഇത് പച്ചക്കർപ്പൂരം എന്നൊക്കെ പറയും. പിന്നെ ഇത് ധൃതരാഷ്ട്ര പച്ച, ഇത് കർപ്പൂര തുളസി, അത് ശീമക്കൊന്ന. ഇത്രയും സാധനം നമ്മൾ 10 ഇലയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല. എരുക്കുള്ളവർക്ക് എരുക്ക് ഉപയോഗിക്കാം. വേപ്പിൻ്റെ ഇലയുള്ളവർക്ക് വേപ്പിൻ്റെ ഇല ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് ഓരോന്നായിട്ടും നമുക്ക് ഇത് പ്രയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം, ക്ലോറിൻ ചേരാത്ത വെള്ളം നമുക്കൊരു 3 ലിറ്ററോളം ഇതിലേക്ക് ആദ്യം തന്നെ ഇടാം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇതാണ് നാടൻ പശുവിൻ്റെ ഗോമൂത്രം. ഇത് കുറച്ച് പഴകിയതാണ്, അതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. ഏതാണ്ട് ഒരു 3 മാസത്തോളം പഴക്കമുണ്ട്. ഞാനിത് ശേഖരിച്ച് വെച്ച് എൻ്റെ ഉപയോഗത്തിന് എടുക്കുന്നതാണ് ഈ ഗോമൂത്രം. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഇടേണ്ടത് ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മളെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ചും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, എന്നാൽ അതിൻ്റെ എസൻസ് കംപ്ലീറ്റ് വിട്ട് കിട്ടുള്ളൂ. ആ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളവും ഗോമൂത്രവും തമ്മിൽ ജോയിൻ്റ് ആവണം. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ വലത്തോട്ട് ഇളക്കണം. വലത്തോട്ട് ഇളക്കുമ്പോഴാണ് ഓരോന്നിൻ്റെ എസൻസ് കുറച്ചെങ്കിലും പെട്ടെന്ന് തന്നെ വിടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റുന്നത് ചാണകമാണ്. നാടൻ പശുവിൻ്റെ ചാണകം, തവിട് മാത്രം കൊടുത്ത ചാണകമേ പറ്റുള്ളൂ. കാലിത്തീറ്റ കൊടുത്ത ചാണകം ഇതിന് പറ്റൂല. ആ പശുവിൻ്റെ മൂത്രവും പറ്റൂല. ഒരു 3 കിലോളം നമുക്കിടാം. അതിന് കുറച്ച് കൂടിയെന്ന് വെച്ചാൽ ഇതിനൊന്നും സംഭവിക്കാനില്ല. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ക്ലോക്ക് വൈസ് തന്നെ ഇളക്കണം, എന്നിട്ട് അത് പൊടിയണം. പിന്നെ ഇത് ആദ്യം ഗോമൂത്രവും ഒഴിച്ച് കഴിഞ്ഞ ഉടനെയും വേണമെങ്കിൽ ഇടാം. പക്ഷേ ഏറ്റവും നല്ലത് വെവ്വേറെ ഇടുന്നത് തന്നെയാണ് നല്ലത് എൻ്റെ അനുഭവത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ കടലമാവാണ് ഇടേണ്ടത്. കടലമാവ് ഒരു 300-350 ഗ്രാമോളം എടുക്കാം. ഇതിനുണ്ടാവുന്ന ബാക്ടീരിയകളെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ ഇളക്കണം. നന്നായിട്ട് ഇതിനെ ഇളക്കി ഒരു പരുവത്തിലായതിനു ശേഷമേ അടുത്തുള്ള പദാർത്ഥങ്ങൾ ഇതിലിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് ഇളക്കി. ഇനി അടുത്തത് നമുക്കിടേണ്ടത് ശർക്കര എടുത്ത് ഇങ്ങനെ തന്നെ ഇടാം. അത് പൊടിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇടാം. അതും ഇതേപോലെ ഇളക്കണം. അത് ഉരുകണേന് കുറച്ച് താമസമുണ്ട്. ഈ മൂത്രത്തിലാവുമ്പോൾ ഗോമൂത്രം ചേരുമ്പോൾ പെട്ടെന്ന് ഉരുകിപ്പോവും അത്. അപ്പം നമ്മൾ അതും ഇളക്കി അതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ കാന്താരി മുളകാണ് ഇടേണ്ടത്. കാന്താരി മുളക് കുറച്ചും കൂടെ ആവാം. ഈ കാന്താരി മുളക് എരിവ് പറ്റാത്ത കീടങ്ങളൊക്കെ അതിൽ പോയിക്കോളും, ചത്തുപോകും. അതിന് വേണ്ടിയിട്ടാണ് കാന്താരി മുളക് ചേർക്കുന്നത്. ഇതാരും ചേർക്കലില്ല. ഇത് എൻ്റെത് തന്നെ ഒരു കണ്ടുപിടുത്തമാണ് ഈ കാന്താരി മുളക് ഇടുന്നതൊക്കെ. അത് കുറച്ചും കൂടെ ക്രഷ് ചെയ്തിട്ട് വേണം ഇടണമെങ്കിൽ. ഒരു
ഏതാണ്ട് നമ്മൾ ഒരു അവിയലിന് അരയ്ക്കുന്ന പാകത്തിന് അരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാന്താരി മുളകും വെളുത്തുള്ളിയും. അത് കഴിഞ്ഞാൽ മഞ്ഞൾ, പച്ചമഞ്ഞൾ തന്നെ വേണം. ഉണക്കിയ മഞ്ഞൾ പറ്റൂല. അതിൻ്റെ ക്യുമിക് ആസിഡ് ഇതിലേക്ക് ഇറങ്ങണം പച്ചയിൽ തന്നെ. അപ്പോഴാണ് അതും ഒരു 200 ഗ്രാമൊക്കെ ആവാം. ഇപ്പം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതും ഇതേപോലെ തന്നെ ഇളക്കണം. ഇളക്കുമ്പോൾ പരമാവധി മൂക്കൊക്കെ പൊത്തി പിടിക്കണം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്യാസ് ചിലപ്പോൾ മുകളിലേക്ക് കയറും, ചിലപ്പോൾ ബോധക്ഷയം അതുപോലത്തെയൊക്കെ വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇടുന്നത് നമ്മൾ കപ്പേൻ്റെ തണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കത്തിയല്ല, വടി, അതായത് മുട്ടീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇടിച്ചിട്ട്, കല്ലിൽ വെച്ച് ഇടിച്ചിട്ട് ഇത് ഇടണം. എന്നാലാണ് അതിൻ്റെ ആ കത്തിയും കൊണ്ട് മുറിച്ചിടുമ്പോൾ കത്തിയിലെ ആ തുരുമ്പ് ഇതിൽ പെട്ടിട്ട് അതിന് ക്ഷതം സംഭവിക്കും. അത് പാടില്ല. അതുകൊണ്ട് നമ്മളിപ്പം നേരിട്ടാണ് ഇട്ട്, അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് താമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതും ഇളക്കി പിടിപ്പിച്ച ശേഷം നമ്മൾ പാടക്കിഴങ്ങിൻ്റെ വള്ളിയാണ് ഇടുന്നത്. പാടക്കിഴങ്ങിൻ്റെ വള്ളി ഇതാക്കിയിട്ടാണ് ഇത് ഇടുന്നത്. ഈ പാടക്കിഴങ്ങിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് മറ്റുള്ള കായീച്ചകളോ അതോ ഒന്നും അതിലുണ്ടാവില്ല. ജസ്റ്റ് പൂപ്പൽ വരെ അതിലുണ്ടാവില്ല. വെള്ളീച്ച അങ്ങനത്തെ യാതൊന്നും അതിലുണ്ടാവാൻ ചാൻസസ് ഇല്ല. അത് ഒരു സിദ്ധ ഔഷധം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ശംഖുപുഷ്പത്തിൻ്റെ ഇലയാണ് ഇടുന്നത്. ശംഖുപുഷ്പത്തിന് ആകെ വരുന്നത് ഒച്ചിൻ്റെ ശല്യം മാത്രമേ അതിന് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഇല കുഴപ്പമില്ല, അതും നല്ല ഔഷധം തന്നെയാണ്. ശംഖുപുഷ്പം ഇടുമ്പോൾ അതിൻ്റെ വേരും കൂടെ അതിൻ്റെ കൂടത്ത് ഇടുകയാണെങ്കിൽ അതിന് എഫക്റ്റ് കൂടുതലാണെന്നുള്ളതാണ് നമ്മളെ കാരണവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് നന്ദ്യാർ വട്ടത്തിൻ്റെ ഇലയാണ്. അതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ക്രഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ പിച്ചി ചീന്തി ഇട്ടാലും മതി. അങ്ങനെ ഓരോന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ പാണലാണ്. ഈ പാണലിൻ്റെ ഇലേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മറ്റുള്ള വിത്തുകളായാലും എന്തിനായാലും മുളപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു ഇലയാണിത്, പാണൽ. ഇതിപ്പോൾ നമ്മൾ എന്തിനുപയോഗിക്കുകയാണെങ്കിലും, ഇപ്പോൾ വിത്ത് നമ്മൾ നെല്ലോ ഇനി ഇഞ്ചിയോ മഞ്ഞളോ എന്തിടുകയാണെങ്കിലും പാണലിൻ്റെ ചപ്പ് മൂടി വെച്ചാൽ അത് പെട്ടെന്ന് മുളയ്ക്കുന്നതായിട്ട് നമ്മളെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് പാണലിൻ്റെ ചപ്പ് ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ ഇത് ഒരു മരുന്നും കൂടിയാണ് പാണലിൻ്റെ ചപ്പ്. ഇതിങ്ങനെ പിച്ച് ചീന്തിയിട്ടൊക്കെ ഇടാം. ഇങ്ങനെ പാണലിൻ്റെ ചപ്പ് റഫായതുകൊണ്ട് നമ്മൾ പരമാവധി അതിനെ പിച്ച് ചീന്തി തന്നെ ഇടണം. അത് കഴിഞ്ഞാൽ പേരേൻ്റെ ഇലയാണ്. പേരേൻ്റെ ഇലയ്ക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളീച്ചയൊക്കെ പോയി പേരേൻ്റെ ഇലയിൽ കൂടുകൂട്ടി അതിൻ്റെ നീരൂറ്റി അത് അവിടെ തന്നെ സമാധിയായി പോകും. പിന്നെ അത് പുറത്തേക്ക് വരില്ല. അതാണ് പേരേൻ്റെ ഇലേൻ്റെ പ്രത്യേകത. തോട്ടത്തിലൊക്കെ പേര നട്ട് വെച്ചാൽ 2 ഗുണമുണ്ട്, 2 അല്ല 3 ഗുണമുണ്ട്. ഒന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഒന്ന് പക്ഷികൾ കഴിക്കും. പിന്നെ മറ്റുള്ള തൈകളിലേക്ക് വരുന്ന മുഞ്ഞ അതുപോലത്തെ ഈ കീടങ്ങളൊക്കെ ഇതിൻ്റെ ഇലേൻ്റെ അടിഭാഗത്ത് വന്ന് കൂടി അത് നീരൂറ്റിയിട്ട് അത് ചത്തുപോകും. ഇത് ധൃതരാഷ്ട്ര പച്ചയാണ്. ഇത് എല്ലാവരും വെട്ടിക്കളയുന്നുണ്ട്, ഞാനടക്കം. പക്ഷേ ഇതൊരു നല്ല മരുന്നാണ്. ഇത് പുറമേ നിന്ന് എവിടെ വന്നതാണ്. എൻ്റെ അനുഭവത്തിൽ നല്ല പൊട്ടാഷുള്ള ഒരു സാധനമാണിത്. ഇതിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു കീടങ്ങളും വരാറില്ല. കായീച്ചയോ അങ്ങനത്തെ യാതൊന്നും അതിനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അത് കൂടുതലിടുന്നതും നല്ലത് തന്നെയാണ്. ഇനി വരുന്നത് കർപ്പൂര തുളസി. ഇതും നല്ല സാധനമാണ്. ഇതിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ കായീച്ച ഓടി വരും. ആ മണത്തോടു കൂടി അത് ചത്തും പോവും. അതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാം ഇങ്ങനെ ഇളക്കി തന്നെ വേണം. ഇനി വരുന്നത് ശീമക്കൊന്നയാണ്. ശീമക്കൊന്നേൻ്റെ ഇലേൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മാംസ്യമുള്ളതും മറ്റുള്ള രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ് ഇതിൻ്റെ ഇല. ഈ ഇല നമ്മൾ പത്തില കഷായത്തിനും ചാണകത്തിലും ഒക്കെ ഇട്ട ചാണകത്തിൽ ഈ കൊമ്പൻ ചെല്ലി അതുപോലത്തെ സാധനങ്ങളൊന്നും പെരുകൂല. ഇനി പാറകാണ്. പാറകം 2-3 ഗുണമുണ്ട് ഇതിനെക്കൊണ്ട്. ഇത് നെല്ലിൽ കുത്തിവെച്ചാൽ നെല്ലിൽ വരുന്ന പുഴു കീടങ്ങളൊക്കെ പാറകത്തിൻ്റെ ഇല അറ്റാക്ക് ചെയ്ത് അതിലേക്ക് വലിച്ചെടുത്തിട്ട് അതിനൊക്കെ ചത്തുപോവും. ആ പുഴുക്കളൊക്കെ അതിൽ ചത്തുപോവും. അതുകൊണ്ട് പാറകം. പിന്നെ രണ്ടാമത്തെ ഒരു മരുന്ന് വെച്ചാൽ പശു പ്രസവിച്ചാൽ
തീറ്റയായിട്ട് കൊടുത്താൽ വേഗം മറുപിള്ള വീണു പോവുകയും ചെയ്യും. അങ്ങനെ അതിനൊരു ഗുണമുണ്ട്. പിന്നെ കാട്ടു കർപ്പൂര തുളസി എന്നാണ് പറയുക ഇതിന്. ഇതും നെല്ലിലെ പുഴുക്കളെയൊക്കെ ആഗിരണം ചെയ്ത് മറ്റുള്ള കീടങ്ങളെ ഉപദ്രവിച്ച് അത് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് അത് കൊണ്ടുവരും. അത് കൊതുകിൻ്റെ ശല്യം കുറഞ്ഞും കിട്ടും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ 10 ഇലയോ ഉപയോഗിച്ച് കഴിഞ്ഞു. ഉപയോഗിച്ചതിന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളൊരു ചണത്തിൻ്റെ ചാക്ക് വെച്ച് ഇതിന് മൂടി കെട്ടി വെക്കണം. മൂടി കെട്ടി വെച്ച് ഒരു 4 ദിവസം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് മൂടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 20ാമത്തെ ദിവസം ഇത് ചാക്ക് തുറന്ന് ഇളക്കി സെറ്റാക്കി രണ്ടാമതും മൂടി കെട്ടി വെച്ചാൽ 41ാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ലിറ്റർ ഈ പത്തില കഷായം 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്യാം, ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് കൃഷിക്കാരോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒഴിച്ച് അതിനെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചു വെച്ചാൽ രോഗങ്ങളുണ്ടാവില്ല. ഞാൻ കുരുമുളക് വള്ളി, കാപ്പിത്തോട്ടം, പിന്നെ ഏലം, ഇതിന് വരുന്ന തണ്ട് തുരപ്പനൊന്നും എൻ്റെ ഏലത്തിനോ എൻ്റെ വാനിലേക്കോ അങ്ങനത്തേനൊന്നും വരാറില്ല. ഞാനിത് ആദ്യം തന്നെ എല്ലാം അഡ്വൈസ് ചെയ്ത് വെച്ച് വെക്കും. അതുകൊണ്ട് അങ്ങനത്തെ രോഗങ്ങളൊന്നും എൻ്റെ തൊടിയിലില്ല. ഇതാണ് എനിക്ക് ആകെ വന്നത്. ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇഞ്ചിക്ക് മാത്രം കേടുവന്നു. പക്ഷെ ഞാൻ അടുത്ത വർഷം അത് കേടുവരാത്ത രീതിയിൽ തന്നെ ചെയ്യും. ഇതാണ് ഇതിൻ്റെയൊക്കെ വിശേഷം. പിന്നെ ചെടീൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുത്ത വളമായിട്ടും പിന്നെ രോഗം മൂഞ്ഞ അതുപോലത്തെ നിമാവര അതുപോലത്തെ സാധനങ്ങളൊക്കെ ചത്തുപോവുകയും ചെയ്യും. പിന്നെ വളമായിട്ടും ഇത് ചെടി വലിച്ചെടുക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വലിയ പൈസ ചിലവില്ല. അവനവൻ്റെ തൊടിയിലുള്ള കുറച്ചാകെയുള്ള വെളുത്തുള്ളിയും പിന്നെ ശർക്കരയും കടലമാവും മാത്രമേ മേടിക്കണ്ടൂ. അതിനത്ര വലിയ പൈസയില്ല. കടയിൽ പോയിട്ട് നമ്മളൊരു രോഗം പറഞ്ഞ് 10 തരം രാസമരുന്നുകൾ തന്നിട്ട് നമ്മളെ മണ്ണിനും മണ്ണിരേനെയും കൊല്ലുന്നതാണ് ഇന്നത്തെ ഇത്. പിന്നെ ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കെമിക്കലാണെങ്കിൽ പോലും എന്നെ കൊണ്ടാവുന്നത് നല്ലത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ്. ചണച്ചാക്ക് ഇങ്ങനെ ഇട്ട് മൂടി വെക്കണം. മൂടി വെച്ച് അതിലേക്ക് വല്ല ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ടൈലോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് വെച്ചാൽ അത് ഭദ്രമായിട്ട് അവിടെ ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം കറക്റ്റ് 20ാമത്തെ ദിവസം ഇത് തുറന്നിട്ട് രണ്ടാമതും ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ കെട്ടിവെച്ച് 41ാമത്തെ ദിവസം ഇത് ഉപയോഗിക്കാം. 1 ലിറ്ററിന് 10 മുതൽ 12 ലിറ്റർ വരെ വെള്ളം വരെ ഉപയോഗിക്കാം. അതേസമയം 1 ലിറ്ററിന് 5 ലിറ്റർ വെള്ളമാണെങ്കിൽ ആ തൈ നശിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞു തന്ന എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. തൈക്ക് ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രോഗം കുറഞ്ഞു വരും. മൂടി വെച്ചത് ഒരു 3 ദിവസം തുറന്ന് വലത്തോട്ട് ഇളക്കി വെക്കണം. എന്നിട്ട് തണലത്ത് വെക്കണം. ഇത് മരത്തിൻ്റെ ചോട്ടിലോ ഇല്ലെങ്കിൽ വെയിൽ സൺലൈറ്റ് അടിക്കാത്ത റൂമിലോ എവിടെയെങ്കിലും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 6 മാസത്തോളം പഴക്കമുണ്ട്. പക്ഷേ ഇതിന് ഒന്നും സംഭവിക്കില്ല. എത്ര ദിവസം വേണമെങ്കിലും ബോട്ടിലാക്കി വെക്കാവുന്ന ഒരു സാധനമാണ് ഈ പത്തില കഷായം. അതേപോലെ ഇത് ആ വാനിലേക്കൊക്കെ ഒരു അസുഖം വന്നാണ് ഇത് ഞാൻ അടിച്ച പിന്നെ അതിന് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് വാനിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ സപ്പോട്ട അതുപോലത്തെ സാധനങ്ങൾക്കൊക്കെ ഞാൻ ഇത് തന്നെ അടിക്കല്. വേറെ മരുന്നുകളൊന്നും ഇതിന് അടിക്കലേ ഇല്ല. ഇതിൻ്റെ ഒരു ചെറിയ റിസൾട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഇപ്പം എത്രയോ കൺട്രോളായി. ഇത് ഒഴിച്ച പിന്നെ മാറിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ഇലകളൊക്കെ നല്ല കരുത്തോടെ തന്നെയാണ് വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത.